അപ്പം അതത്രയേ ഉള്ളൂ. സ്വർഗം എന്നത് ഉണ്ടോ അറിയില്ലേ. ഞാൻ മരിച്ചിട്ട് പറഞ്ഞുതരാം. നിങ്ങളും മരിക്കണം, എന്നിട്ട് നമ്മൾ 2 കൂട്ടർ ഒന്നിച്ച് കാണണം. ഇപ്പോൾ ഗ്രൂപ്പ് 3 മുഴുവൻ മരിക്കുക, ഞാനും മരിക്കുക, എന്നിട്ട് കണ്ടുമുട്ടുക. എന്നിട്ട് നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. സ്വർഗം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അറിയാത്തത് എങ്ങനെയാ പറയുക? അറിയില്ല. അതുകൊണ്ടാ ഇവിടെ സ്വർഗാണ്, ആനന്ദമാണ് ഇവിടെ. എന്തൊരു സുഖം ഇവിടെ എന്ന് ആലോചിച്ച് നോക്കൂ. അവൻ്റെ ഇവൻ്റെയും കുശുമ്പും അതും ഇല്ലാണ്ട് സന്തോഷമായി ജീവിക്കാനുള്ള എല്ലാ വകുപ്പും നമുക്കിവിടെ ഉണ്ട്. സുഖമായി ജീവിക്കാം. ഇവിടെ സ്വർഗ്ഗമാക്കാം നമുക്ക്. വേറെ സ്വർഗം ഉണ്ടോ എന്ന് ആലോചിച്ച് സമയം കളയണ്ട. ആ നേരം കിടന്ന് ഉറങ്ങിക്കോളൂ സുഖമായിട്ട്. എനിക്കറിയില്ല. അർജുനനും നാരദനും മറ്റും സ്വർഗത്തിൽ പോയതായി പറയപ്പെടുന്നുണ്ടല്ലോ, ശരിയാണോ? എനിക്കറിയില്ല, ഞാൻ അവരെ കാണുമ്പോൾ ചോദിക്കാം. അല്ലാണ്ട് അവർ സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ നരകത്തിലും പോയിട്ടുണ്ടാവും ഇല്ലേ? ഉണ്ടാവും. നാരദൻ സ്വർഗത്തിൽ പോയത് പറഞ്ഞിട്ടുണ്ട്. എവിടെയാ പറഞ്ഞത്? എനിക്കറിയില്ല കേട്ടോ. നാരദൻ സ്വർഗത്തിൽ പോയത് അറിയില്ല. ദേവലോകത്ത് പോയതുണ്ട്, ദേവലോകത്ത് പോയിട്ടുണ്ട്. സ്വർഗത്തിൽ പോയതായിട്ട് എനിക്കറിയില്ല. നാരദൻ എവിടെയും പോവാം. ദേവലോകത്തിൽ പോവാം, പാതാളങ്ങളിൽ പോവാം, മനുഷ്യലോകത്ത് പോവാം. എവിടെയും ഒരു തടസ്സമില്ലാതെ പോകാൻ പറ്റുന്ന ഒരാളാണ് നാരദൻ. നാരദൻ പോയിട്ടുണ്ടാവും ദേവലോകത്തിൽ. സ്വർഗത്തിൽ പോയത് അറിയില്ല. അറിയാത്തതാട്ടോ. അത് ഒഴിഞ്ഞു മാറിയതല്ലേ, അറിയാഞ്ഞിട്ടാ. അറിയാൻ താല്പര്യവും ഇല്ല. നീ അതും സ്വർഗം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നമുക്കെന്ത് വേണം? സ്വർഗലോകം നിനക്കുള്ളതാകുന്നു, നീയെ വെച്ചേക്ക്, എനിക്ക് വേണ്ട. കാരണം സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ട് ഇവിടെ തല്ലും പിടി ഉണ്ടാക്കുകയാണ്. അപ്പം അവിടെ പോയാൽ എന്തായിരിക്കും സ്ഥിതി? ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ട് ഇവിടെ തല്ലും പിടി ഉണ്ടാക്കുന്നവരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ നമുക്കൊന്നും ഉറപ്പാണ്, ഭഗവാനെ അവരൊന്നും പോണ സ്വർഗത്തിലേക്ക് എനിക്ക് പോണ്ട, എന്നാൽ നരകത്ത് കൊണ്ടുപോയിക്കോളൂ, എന്നാൽ സമാധാനം ഉണ്ടാവും. കുറേ ഇവന്മാരൊന്നുമില്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ. ഓ, വല്ലാത്ത കഷ്ടം.